സുരേന്ദ്രൻ പ്രസിഡന്റായിരുന്ന കാലത്ത് തുടങ്ങിയ ഈസ്റ്റർ സ്നേഹയാത്ര ഇത്തവണ ഒഴിവാക്കിയതിൽ ബിജെപിക്കുള്ളിൽ ഭിന്നത. ഈസ്റ്ററിന് സ്പെഷ്യൽ വിസിറ്റിന്റെ ആവശ്യമില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. എന്നാൽ വീട് കയറൽ ഒഴിവാക്കിയത് അറിയില്ലെന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥ് പ്രതികരിച്ചു. കഴിഞ്ഞ വർഷത്തെ പോലെ ഈസ്റ്റർ സന്ദർശനം രാഷ്ട്രീയവൽക്കരിച്ചില്ലെന്നാണ് എം ടി രമേശിന്റെ ഒളിയമ്പ്. ഇത്തവണ സ്നേഹയാത്ര നടത്താത്തത് മാതൃഭൂമി ന്യൂസ് ചർച്ചയാക്കിയതോടെ ഈസ്റ്റർ ദിനത്തിൽ അരമനകളിലെത്തി ബിജെപി നേതാക്കൾ പ്രതിരോധം തീർക്കുകയാണ്. കേരളത്തിലെ എല്ലാ ക്രൈസ്തവ വീടുകളിലും ഈസ്റ്റർ സന്ദേശവുമായിട്ട് പാർട്ടി പ്രവർത്തകർ ഗൃഹസമ്പർക്കം നടത്തുന്നുണ്ട്. വലിയ വിജയമായിരുന്നുവെന്ന് കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കൊട്ടിഘോഷിച്ച സ്നേഹയാത്രയാണ് ഇനി വേണ്ട എന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഈസ്റ്റർ ദിനത്തിൽ ഈ നിലപാട് വിശദീകരിക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ ആശയക്കുഴപ്പത്തിന്റെ ആഴം വ്യക്തമാവുകയാണ്. ഈസ്റ്റർ കാലത്ത് ക്രൈസ്തവരുടെ വീടുകൾ സന്ദർശിക്കാനായി കെ സുരേന്ദ്രൻ പ്രസിഡന്റായിരുന്ന കാലത്ത് തുടങ്ങിയ സ്നേഹയാത്രയാണ് ബിജെപി ഇത്തവണ അവസാനിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ കണ്ണുവെച്ചുള്ള സ്നേഹം മാത്രമായിരുന്നു എന്ന വ്യാഖ്യാനം വന്നതോടെ ബിജെപി നേതൃത്വം അപകടം മണത്തു. ഇന്നലെ മാതൃഭൂമി ന്യൂസ് വിഷയം ചർച്ചയാക്കിയതിനു പിന്നാലെ ഈസ്റ്റർ ദിനത്തിൽ അരമനകൾ സന്ദർശിക്കണമെന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ കർശന നിർദ്ദേശം ജില്ലാ പ്രസിഡന്റുമാർക്ക് ലഭിച്ചു. ഈസ്റ്റർ ദിവസം രാവിലെ തിരുവനന്തപുരം ലൂർദ് പള്ളിയിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ സ്നേഹയാത്രയുടെ ആവശ്യമില്ലെന്ന് ന്യായീകരിച്ചു. ഇനി സ്പെഷ്യലായിട്ടൊരു യാത്രേൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഈസ്റ്ററും ക്രിസ്മസും ദിവാളിയും ഓണവും വിഷുവും എല്ലാ അവസരങ്ങളും ഞങ്ങൾ കണ്ട് ആഘോഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു യാത്രേൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഈസ്റ്റർ സ്നേഹയാത്ര നടത്തുന്നതിനെ കുറിച്ച് പുതിയ അധ്യക്ഷൻ ചുമതലയേറ്റ ശേഷം ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിരുന്നില്ല. ഈസ്റ്റർ കാലത്തെ സ്നേഹയാത്ര ഒഴിവാക്കിയതായി അറിയില്ലെന്നാണ് പി മുരളീധര പക്ഷത്തെ പ്രധാനിയും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പി രഘുനാഥിന്റെ പ്രതികരണം. അങ്ങനെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞങ്ങൾ പ്രവർത്തകരുണ്ടല്ലോ, ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള പ്രവർത്തകരെ തന്നെ അതിന്റെ നേതൃത്വം നൽകി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കെ സുരേന്ദ്രന്റെ കാലത്ത് തുടങ്ങിയ സ്നേഹയാത്ര ഒഴിവാക്കിയ പുതിയ നേതൃത്വത്തിനൊപ്പമാണ് പി കെ കൃഷ്ണദാസ് പക്ഷം. മുൻകാലത്തെ പോലെ ഈസ്റ്റർ സന്ദർശനം ഇത്തവണ രാഷ്ട്രീയവൽക്കരിച്ചില്ലെന്ന് എം ടി രമേശ്. അതൊരു പൊളിറ്റിക്കൽ പ്രോഗ്രാമായിട്ട് നടത്തുന്നതല്ല. പിന്നെ 2 വർഷം തുടർച്ചയായി പോയതുകൊണ്ട് 3ാമത്തെ വർഷം ഒരു സ്വാഭാവിക പ്രക്രിയയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ട് പിടിക്കാനായി മുൻ ബിജെപി നേതൃത്വം ഈസ്റ്ററും ക്രിസ്മസും രാഷ്ട്രീയ പരിപാടിയാക്കിയെന്ന് പാർട്ടിക്കാർ തന്നെ പറയുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.